പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ ഐഎസ്എൽ മത്സരത്തിൽ മുംബൈ സിറ്റിയും അതുപോലെ തന്നെ FC ഗോവയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. മുംബൈ സിറ്റിക്ക് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു ദയനീയമായ പരാജയമാണ് ഹോം മത്സരത്തിൽ തന്നെ ഇപ്പോൾ മുംബൈ സിറ്റി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും മുംബൈ സിറ്റി ഇന്നത്തെ മത്സരത്തിൽ FC ഗോവയോട് ഒരു ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ പരാജയത്തോടു കൂടി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കോട്ടം തട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. എന്തായാലും 1-3 ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി ഇപ്പോൾ FC ഗോവയോട് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ബോർജ ഹരേരയും അതുപോലെ തന്നെ ഐക്കർ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരവുമാണ് ഗോവയ്ക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോളുകൾ നേടിയത്. ഐക്കർ ഇന്ന് ഇരട്ട ഗോളുകളും നേടിയെന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ലാലൻ സുവാല ശാങ്കിൻ്റെ പെനാൽറ്റിയിലൂടെ മുംബൈ സിറ്റിക്ക് വേണ്ടിയും ഒരു ഗോൾ നേടിയിരുന്നു. അങ്ങനെ 1-3 ഗോളുകൾക്കാണ് ഇപ്പോൾ മുംബൈ സിറ്റി പരാജയപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും മോഹൻ ബഗാനാണ് ഒന്നാമതുള്ളത്. മോഹൻ ബഗാന് ഇപ്പോൾ 46 പോയിന്റുമായി അവർ ഒന്നാമത് തുടരുകയാണ്. അതുപോലെ തന്നെ ഗോവയ്ക്ക് ഇന്നത്തെ മത്സരം വിജയിച്ചതോടുകൂടി അവരിപ്പോൾ 39 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും 39 പോയിന്റാണ് അവർക്ക് നിലവിലുള്ളത്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂരാണ് 34 പോയിന്റുമായി. 4-ാം സ്ഥാനത്ത് ബംഗളൂരുവാണ് 31 പോയിന്റുമായി. 5-ാം സ്ഥാനത്ത് ഇപ്പോൾ മുംബൈ സിറ്റി ഉണ്ട് 31 പോയിന്റുമായി. അതുപോലെ തന്നെ 6-ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണുള്ളത് 29 പോയിന്റുമായി. 7-ാമത് ഒഡീഷയാണ് നിലവിലുള്ളത്. ഒഡീഷയ്ക്ക് 26 പോയിന്റാണ്. 8-ാം സ്ഥാനത്തുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആണ് 24 പോയിന്റുമായി. അതുപോലെ തന്നെ പഞ്ചാബ് 24 പോയിന്റുമായി 9-ാമത്. ചെന്നൈ 10-ാം സ്ഥാനത്താണുള്ളത് 21 പോയിന്റുമായി. ഈസ്റ്റ് ബംഗാൾ 11-ാം സ്ഥാനത്ത് 18 പോയിന്റുമായി. ഹൈദരാബാദാണ് 12-ാമത് 16 പോയിന്റുമായി. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് ഇപ്പോൾ 11 പോയിന്റുമായി 13-ാം സ്ഥാനത്തുമാണ്. എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് മാത്രമാണ് ഇപ്പോൾ ISL 11-ാം സീസണിൽ നിന്നും പുറത്തായിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാത്രമാണ് പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുള്ളത്. ഗോവയും ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന കാര്യങ്ങളിൽ അടുത്ത് വരെ എത്തിയിട്ടുണ്ടെന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ഈ മാസം 15-ാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് കളിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് വിജയിച്ച FC ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത്.